ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ അടുത്ത് 2 മുണ്ടുണ്ടായിരുന്നു. മക്കൾ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ടാണ് കേട്ടോ. ആ തോർത്തുമുണ്ടിൽ അഴുക്കും എണ്ണയും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഞാനത് അലക്കിയിട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം, പുതിയ മുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലെ വെള്ളം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളെ വെള്ളത്തിലേക്ക് വെള്ളം ഒന്ന് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ നീല സാബൂനാണ് കേട്ടോ ഉപയോഗിക്കൽ, അതായത് സോപ്പ്. സോണിയാണ് ഇതിൻ്റെ പേര്. ആ സോപ്പ് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളക്കുന്നതിന് കൂടെ ഈ സാബൂനും ഇട്ടിട്ട്, അതായത് അലക്ക് സോപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത്രയും മതി കേട്ടോ. അതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മുറിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അലക്ക് സോപ്പ് ആരടുത്തും ഇല്ല, എല്ലാവരും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സർഫ് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി സോപ്പ് കമ്മി ഉണ്ടെന്ന് തോന്നി. അങ്ങനെ അതും കൂടി ഞാൻ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. വേറെ 2 തോർത്തുമുണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ 2 കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. സാബൂനും ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തോർത്തുമുണ്ട് ഇട്ട് കൊടുക്കാം. തോർത്തുമുണ്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു അപകടം, ആ മുണ്ടൊന്ന് കത്തിയിട്ടോ. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് പേടിയാണ്, പക്ഷെ എൻ്റെ അടുത്ത് തന്നെ അത് സംഭവിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അതിൽ നിന്നുള്ള എണ്ണ, പിന്നെ ചളി, അതുപോലെ സോപ്പിൻ്റെതൊക്കെ ഉണ്ടാവുമല്ലോ, മക്കൾ ഉപയോഗിക്കുന്ന മുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി വരട്ടെ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ എല്ലാ അഴുക്കുകളും ഇങ്ങനെ ഇളകി വന്നത്. നമ്മളൊരു മാസത്തിലൊരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടല്ലോ, തോർത്തുമുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഏത് സമയത്തും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങളിതാ അതിലെ ചളിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് തോർത്തുമുണ്ടിലെയും പിന്നെ അതുപോലെ എന്തെങ്കിലും പോവാത്ത കറകളൊക്കെ ഉണ്ടെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിലും പോവലിട്ടോ. ഇപ്പം പിന്നെ അതൊന്നും ചെയ്യാറില്ല. ഏതായാലും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഞാനും എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യും. നന്നായി ചളി ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ വെച്ച് അടിക്കണം അതൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ 2-3 വെള്ളത്തിൽ നമുക്ക് ഒന്ന് ഒലുമ്പി എടുത്താൽ മതിയേ. അപ്പോൾ ഞാനിത് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. കൈ പൊള്ളാനൊന്നും നിൽക്കരുത്, ചൂടാറിയിട്ടൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ചൂടോടൊക്കെ ചെയ്തത്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്കതിൽ നിന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒലുമ്പി എടുത്തു കഴിഞ്ഞാൽ, വേറെ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ
നന്നായി ക്ലീനായി കിട്ടും കേട്ടോ. ഇപ്പം തന്നെ പകുതി നിറം വെച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ചളി, എത്ര അഴുക്ക് പിടിച്ച തോർത്തുമുണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, കയ്യിലിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് തിരുമ്മി കൈയെടുത്താൽ മതി. ഒരു 2-3 വെള്ളത്തിൽ ഒലുമ്പെടുത്ത് കഴിഞ്ഞാൽ മുണ്ടൊക്കെ നന്നായി ക്ലീനായി കിട്ടും കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലുമ്മ കൊണ്ടുപോയി ഒരു 2 അടി അടിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ തോർത്തുമുണ്ട് രണ്ടും നല്ല 2-3 വെള്ളത്തിൽ നല്ല കഴുകി തിരുമ്പി ഒലുമ്പി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എൻ്റെ അടുത്ത് പുതിയതും ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഇതിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ല നിങ്ങൾ, പുതിയത് ഏതാ പഴയത് ഏതാന്ന് തിരിച്ചറിയുന്നില്ലല്ലോ. നല്ല നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി. ഇങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് തോർത്തുമുണ്ടൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ